നാട്ടുവഴികളിൽ തുമ്പക്കുടങ്ങൾ സുലഭമാകുന്ന കാലം. വീട്ടുമുറ്റത്തെ ചെത്തിയും ചെമ്പരത്തിയും മന്ദാരവുമൊക്കെ നിറയെ പൂവിട്ട് പൂക്കളത്തിനായി ഒരുങ്ങി നിൽക്കുന്നു. മലയാള മാസമായ ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങി തുടർച്ചയായ 9 ദിവസങ്ങളിൽ പൂക്കളമിട്ട് വരുന്നു. കാട്ടുചെടികളും നാട്ടുചെടികളും ഒരുപോലെ വസന്തം തീർക്കുന്നു. പ്രകൃതിയും പുതിയൊരു ഓണക്കാലത്തിനായി ഒരുങ്ങി നിൽക്കുന്നു. പോയ കാലത്തിൻ്റെ മനോഹര സ്മൃതികൾ ഉണർത്തി വീട്ടുമുറ്റങ്ങൾ പൂക്കളങ്ങളാൽ സമൃദ്ധമാകുന്ന കാലമാണ് ഓണക്കാലം. ഒത്തൊരുമയുടെയും സൗഹൃദത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണിത്. മലയാളികൾക്ക് ഓണത്തിന് ഓണസദ്യയും പായസവും വിശേഷപ്പെട്ടതാണ്. ഓണക്കാലത്ത് നാടെങ്ങും ഓണക്കളികൾ കാണാം. ചിങ്ങമാസത്തിലെ തിരുവോണം ഓരോ മലയാളിക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകളാണ്. മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ ജാതിമത ഭേദമന്യേ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്നു. പ്രഭയുള്ള പകലും ചിണുങ്ങിയുള്ള മഴയും ഇളം കാറ്റും ഹരിതഭംഗിയും ഓണത്തിന് കൂടുതൽ മിഴിവേകുന്നു. നിരവധി ആളുകൾ ഓണക്കാലത്ത് മഹാബലിയെ അനുസ്മരിപ്പിച്ച് വേഷവിധാനം ചെയ്യുന്നതായി കാണാം. ഓണം കേരളീയരെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. നാട്ടുവഴികളിലെ തുമ്പച്ചെടികൾ മാത്രമല്ല, കിലുക്കാമ്പെട്ടിയും പോളയും ഒക്കെ തന്നെ വസന്തം തീർക്കുന്നു. നിറപ്പകിട്ടാർന്ന പൂക്കളങ്ങളും നാടൻ കളികളും ഓണാഘോഷങ്ങളുമായി നാടും നഗരവും ഉണരുകയാണ്. മലയാള തനിമയെയും സംസ്കാരത്തെയും അനുഭവിച്ചറിയാൻ കൂടി കഴിയുന്ന ഒരു കാലം കൂടിയാണിത്. കേരളം ഭരിച്ചിരുന്ന നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നതാണ് ഐതിഹ്യം. ഓണത്തിന് പ്രാദേശിക വകഭേദങ്ങൾ ഏറെയാണ്. ഇനി സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലമാണ്.